പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂൺ മാസം 4-ാം തീയതി വ്യാഴാഴ്ച, പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. കർത്താവെ, ഈ നല്ല ദിവസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി ബലിയായി മാറിയ അങ്ങയുടെ സ്നേഹത്തെ ധ്യാനിക്കാനുള്ള കൃപ ഇന്ന് ഞങ്ങൾക്ക് തരണമേ. മത്തായി സുവിശേഷം 26-ാം അധ്യായം 21-ാം വചനം ധ്യാനിക്കാം. ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഒപ്പം നിൽക്കുന്നവൻ, ഒപ്പം നിൽക്കേണ്ടവൻ നമ്മെ ചതിക്കുന്ന അവസ്ഥ, അത് നമുക്ക് സഹിക്കാവുന്നതിനപ്പുറമുള്ളൊരു വേദനയാണ് തരിക. സഹനത്തിൻ്റെ പാരമ്യത്തിലൂടെ കടന്നുപോയി നമ്മെ രക്ഷിക്കാൻ വേണ്ടി മാത്രം അവിടെ നിന്നൊരുക്കിയ വിരുന്നാണ് വിശുദ്ധ കുർബാന. ഒരുപക്ഷെ ദൈവപുത്രനാണ് യേശു എന്നറിയാതെ ആയിരിക്കും യൂദാസ് ചതിച്ചത്. എന്നിട്ടും അവിടത്തേക്ക് അത്രമാത്രം വേദനിച്ചെങ്കിൽ, ക്രിസ്തുവിനെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞ നാം വിശുദ്ധ കുർബാനയോട് അവഹേളനം കാണിക്കുമ്പോൾ, ബഹുമാനക്കുറവ് കാണിക്കുമ്പോൾ, അതിന് വില കൊടുക്കാതിരിക്കുമ്പോൾ അവിടുത്തെ ചങ്ക് പൊട്ടുന്നുണ്ടാകില്ലേ? കർത്താവെ, പരിശുദ്ധ കുർബാനയുടെ വില തിരിച്ചറിഞ്ഞ് പരിശുദ്ധ കുർബാനയോട് പറ്റിച്ചേർന്ന ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ മംഗളാശംസകൾ നേരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.